ഇന്ന് നമ്മൾ പാലക്ക ചേർത്തിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു മിക്സ്ഡ് വെജിറ്റബിൾ കറി. ഇപ്പോൾ കുറച്ച് ബീൻസും ഒരു ക്യാരറ്റും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ 2-3 പച്ചമുളകും 4-5 വെളുത്തുള്ളിയും ഒരു സവോളയും ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ഉരുളൻകിഴങ്ങ് ഒരു 2 വിസിൽ കൊടുത്ത് പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 2 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ബീൻസും ക്യാരറ്റും കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയാൽ അത് പകുതി വെന്തിട്ടുണ്ടാവും. പിന്നെ ഒന്നും കൂടി വഴറ്റിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റ് അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. അതൊന്ന് നല്ലോണം മൂപ്പിക്കുക. ആ മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് നല്ലോണം വഴറ്റി ഒരു ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവോള നല്ലോണം ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് അതിലിട്ട് നന്നായിട്ട് വഴറ്റാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചു. ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ചു. തുറന്ന് നോക്കിയപ്പോൾ ഉരുളൻകിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പച്ചക്കറികൾ നമ്മുടെ ബീൻസും ക്യാരറ്റും വഴറ്റി വെച്ചിട്ട് കൊടുത്തു. അതിലേക്ക് 1 സ്പൂൺ നല്ല മുളക് പൊടി, 1 സ്പൂൺ നല്ല മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാല മൂക്കുന്നവരെ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റുക. പിന്നീട് അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. തക്കാളിയും കൂട്ടിയിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തക്കാളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പാലക്ക ചേർത്ത് കൊടുക്കാം. പാലക്ക ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പും കൂടി, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ടോളൂ. ഇനി പാലക്കും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പാലക്കും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായി. അപ്പോൾ 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. പാലക്കായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കൊക്കെ നല്ല സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എഴുതുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം.